ഹായ്, ഇന്ന് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മൈദയാണ്. നമ്മളിവിടെ 1 കപ്പോളം മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1/2 കപ്പോളം റവ ചേർത്ത് കൊടുക്കാം. അത് വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. അതും ഒരു 1/2 കപ്പോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറുത്ത എള്ളുണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഏലക്കപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ ആദ്യം തന്നെ 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടിരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ടയില്ലാതെ എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മാവിൻ്റെ കട്ടി ഒത്തിരി കട്ടി കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്കിപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കുക. ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് ഒത്തിരി കട്ടിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. എണ്ണ നല്ല പോലെ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു തവി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്തൊന്നും നമ്മൾ തൊടാൻ പാടില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ ഇങ്ങനെ പൊന്തി വന്ന് ഇതേപോലെ പതുക്കെ വീർത്ത് വരുന്ന ഒരു സമയമാകുമ്പോൾ അതിന് മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചു കൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ ഇതേ കണ്ട ഇതേപോലെ നന്നായിട്ട് വീർത്ത് വരും. ഈ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മറിച്ചിട്ട് നമുക്ക് വേണ്ട ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് കോരാം കേട്ടോ. അപ്പോൾ ചിലവർക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കേണ്ടവർക്ക് കുറച്ച് നേരം ഇത് ആ കളറാവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളിവിടെ ഈ ഒരു കളറിലാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഡാർക്ക് കളർ വേണമെങ്കിൽ അങ്ങനെ ആയാലും ആക്കിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഈ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു.